ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് നോട്ടത്തിൽ പോലും മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയാനാകില്ല. ചേർത്തലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് സംഘം 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് സ്വർണം ലേലം ചെയ്തു വിൽക്കാനായി ഒരു ധനകാര്യ സ്ഥാപനം നടപടികൾ ആരംഭിച്ചപ്പോഴാണ് ചെമ്പ് പുറത്തു വന്നത്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകരായ പാണാവള്ളി സ്വദേശി സിയാദ്, അരൂക്കുറ്റിക്കാരായ നിയാസ്, റിയാസ്, മുക്കുപണ്ടം പണിതു നൽകിയ കോയമ്പത്തൂർ സ്വദേശി അറുമുഖം എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ ഈ അലൂമിനിയം കമ്പികളിൽ വളരെ കട്ടിക്ക് ഗോൾഡ് പൂശി ഇത് കൊണ്ടുവന്ന് ഫൈനാൻസിയേഴ്സുകൾ പണയം വെച്ച് പണം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാനായിട്ട് വരുന്നില്ല. അങ്ങനെ പലയിടത്തും എടുക്കാനായിട്ട് വരാതിരുന്നത് കണ്ടപ്പോഴാണ് ഇവർ ഇത് പരിശോധിച്ചപ്പോൾ ശരിക്കും മുറിച്ചു നോക്കിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. 1.5 മുതൽ 2.5 ഗ്രാം വരെ സ്വർണം മുകൾ ഭാഗത്ത് ചേർത്ത് 10 ഗ്രാമോളം തൂക്കം വരുന്ന വളകളാണ് നിർമ്മിച്ചത്. ഇത്തരത്തിൽ 250-ലധികം വളകൾ പല സ്ഥലങ്ങളിലായി പണയം വെച്ചിട്ടുണ്ടെന്നാണ് പ്രതികളുടെ മൊഴി. ഇവർ മേടിക്കുന്ന 17,000 രൂപ 20,000 രൂപയ്ക്കാണ് ഒരെണ്ണം മേടിക്കുന്നത്. 10 ഗ്രാം 11 ഗ്രാം ഉണ്ട് അതിൻ്റെ വെയിറ്റ്. വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് 40,000 രൂപ 50,000 രൂപയ്ക്ക് പണയം വയ്ക്കും. ഇത് വയ്ക്കുന്നവന് 5,000 രൂപ കൊടുക്കും. അവനും അറിയാം ഇത് ഉടായ്പ സാധനമെന്നറിയാം. ബാക്കി അവർ ഷെയർ ചെയ്തെടുക്കും ഈ ബാക്കി കിട്ടുന്ന പൈസ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ 250ഓളം വളകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 250ഓളം വള 2.5 കിലോ ആയി. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം ഉടൻ കോടതിയെ സമീപിക്കും. സംഘത്തിന് അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.